പലപ്പോഴും ഭക്ഷണ പാകം ചെയ്യുന്നതിനും ആരോഗ്യത്തിനും വേണ്ടി നെയ്യും വെണ്ണയും ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ നെയ്യാണോ വെണ്ണയാണോ കൂടുതൽ ആരോഗ്യകരം? പലർക്കുമുള്ള സംശയമാണ്. നെയ്യിനും വെണ്ണയും പാലിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഈ ന്യൂട്രീഷൻ കണ്ടന്റ്സ് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് ഉള്ളത്. ഒരേപോലെ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ, കാൽഷ്യം പോലുള്ള ധാരാളം കണ്ടന്റ്സ്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പിന്റെ സാന്നിധ്യം അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും രണ്ടിനകത്തും അടങ്ങിയിട്ടുള്ള കാലറിയുടെ അളവിൽ വ്യത്യാസമുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യിനകത്ത് ഏകദേശം 130-140 കാലറി ഉണ്ടെങ്കിൽ വെണ്ണയ്ക്കകത്ത് ഏകദേശം 102-103 കാലറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. മാത്രമല്ല വെണ്ണയ്ക്കകത്ത് കൂടുതൽ ജലാംശം അടങ്ങിയിട്ടുണ്ട്, കൂടാതെ കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നെയ്യിനകത്ത് താരതമ്യേന പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ്, കൊഴുപ്പിന്റെ കണ്ടന്റ് ആണ് തൽക്കാലം കൂടുതൽ അനുഭവപ്പെടുന്നത്. വെണ്ണയ്ക്കകത്ത് കൊഴുപ്പിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറവാണ്. മാത്രമല്ല നമ്മൾ ഈ നെയ്യിനകത്തും വെണ്ണയ്ക്കകത്തും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അവയുടെ ക്വാളിറ്റിക്കകത്ത് വ്യത്യാസം വരും. വെണ്ണയുടെ സ്മോക്ക് പോയിന്റ്, അതായത് വെണ്ണ കൂടുതലായിട്ട് ചൂടാകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 352 ഡിഗ്രി ടെമ്പറേച്ചർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 300 മുതൽ 352 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് വെണ്ണയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ താരതമ്യേന നെയ്യിന്റെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് 252 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. അതായത് കൂടുതൽ ചൂട് താങ്ങാനുള്ള ശേഷിയുള്ളത് വെണ്ണയ്ക്കാണ്. കൂടുതൽ ചൂട് താങ്ങാൻ ശേഷിയുള്ള വെണ്ണ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓയിൽ കണ്ടന്റ് ആണെങ്കിലും അത് നമുക്ക് പ്രത്യേകിച്ച് ഈ ഓയിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്നതിന്, വടകളൊക്കെ ഉണ്ടാക്കുന്നതിന് താരതമ്യേന സേഫ് ആണ്. ട്രാൻസ് ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത നെയ്യിനെ അപേക്ഷിച്ച് വെണ്ണയ്ക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പ്രോട്ടീന്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണെങ്കിലും ഓയിലിന്റെ കാലറിയുടെ അളവ് നോക്കിയിരുന്നത് താരതമ്യേന കുറവും. മാത്രമല്ല നമുക്ക് ഈ സ്മോക്ക് പോയിന്റ്, അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളും ട്രാൻസ് ഫാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും നെയ്യിനേക്കാൾ വെണ്ണയ്ക്ക് കുറവായതുകൊണ്ടും നമുക്ക് നെയ്യേക്കാൾ വെണ്ണയായിരിക്കും ഒരല്പം മുന്നിലേക്ക് ആരോഗ്യകരമായിട്ട് നിൽക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് നോക്കേണ്ട കാര്യമില്ല. നെയ്യോ വെണ്ണയോ അവരുടെ രുചിക്കും ആരോഗ്യത്തിനനുസരിച്ച് നൽകാവുന്നതാണ്. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്.